സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LGS മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024 ആണ്. ഇപ്പൊ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അടുത്ത പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ചെയ്യുന്ന പോലെ എഴുതുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറയിളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറയിളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. മഹാത്മാഗാന്ധി. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാസി യുദ്ധമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. അങ്ങനെയാണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയതാരാണ്? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19. അനുച്ഛേദം 19 ഓപ്ഷൻ സി ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം ഏറ്റവും ആദ്യം മൗലിക അവകാശമായിരുന്നു. അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 44-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്കയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെ കുറിച്ചിട്ട് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്
രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപവും, ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങുമാണ്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി 1817 ഗൗരി പാർവതിബായി ആണ്. ഗൗരി പാർവതിബായി. G20യുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന G20യുമായിട്ട് ബന്ധപ്പെട്ട്. പ്രസ്താവനകൾ തന്നിരിക്കുന്നത് G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. G20യുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. G20 രൂപീകരിക്കപ്പെട്ടത് 1999 1999 G20 രൂപീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂറാണ്. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. തന്നിരിക്കുന്നത് ഫസൽ അലി, പോട്ടി ശ്രീരാമലു, KM പണിക്കർ, HN കുൻസു. ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി പോട്ടി ശ്രീരാമലു ആണ്. ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? പോട്ടി ശ്രീരാമലു ആണ്. ഫസൽ അലി, KM പണിക്കർ, HN കുൻസു എന്നിവര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നു. തന്നിരിക്കുന്നത് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതാണ്? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഓപ്ഷൻ എ ആണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അടുത്ത ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്?
സോവിയറ്റ് യൂണിയന്റേതാണ്. സോവിയറ്റ് യൂണിയൻ ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയന്റേതാണ്. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലില് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയുടേതാണ്. ശ്രീലങ്ക. വലിപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? വലിപ്പത്തിൽ 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? മത്സ്യബന്ധന വകുപ്പ് സജി ചെറിയാൻ. സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമുദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9 ആണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. AJ ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം? പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം,
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്ന വർഷം 1973 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ്. ജഗ്ദീപ് ധൻഖർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതിനെന്നതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവ. വിക്ഷേപിച്ചത് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ഓർബിറ്റർ ആണ്. ഓർബിറ്റർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അമൃത സർക്കിളിന്റെ ചിത്രം ഏത്? അമൃത സർക്കിളിന്റെ ചിത്രം ഗ്രാമീണ ജീവിതമാണ്. ഗ്രാമീണ ജീവിതം. അടുത്ത ചോദ്യം, ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST എന്നാണ് നിലവിൽ വന്നത്? GST നിലവിൽ വന്നത് എന്നാണ്? 1 ജൂലൈ 2017 2017 ജൂലൈ 1 ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത്. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ്. ഗോദാൻ എന്ന കൃതി ആരുടേതാണ്? പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തെയാണ്? ഏഷ്യയാണ്. ഏഷ്യയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുനാണ്. അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്നത്. കാലം സാക്ഷി എന്നത് ആരുടെ ആത്മകഥയാണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡിയെ തന്നിരിക്കുന്നു. പുളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. 2 മാത്രം. കോമ്പല്ല് എന്താണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. അടുത്ത ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ലോല എന്നത് ഏത് വിളയുടെ സങ്കരയിനമാണ്? പയറാണ്. പയർ. ലോല എന്നത് ഏത് വിളയുടെ സങ്കരയിനമാണ്? പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നത് ഓപ്ഷൻ സി ആണ്. കണ ഉണ്ടാവുന്നത്. കണ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ ഡെഫിഷ്യൻസിയാണ്? വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സിന് കാരണമാക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്.
ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം. മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ വനം വകുപ്പിന് കീഴില് കടലാമകളെ സംരക്ഷിച്ചു വരുന്ന കേരളത്തിലെ കടൽ തീരം ഏതാണ്? മുതിയം കടൽ തീരമാണ്. മുതിയം കടൽ തീരം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. 2024 ഏതാണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024. ഒട്ടക വർഷം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്ത ജയന്റ് വീലിന്റെ ചലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, നീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം എന്നിവയെല്ലാം ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് മെന്റലേവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയം. അടുത്ത ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായിട്ട് കണ്ടെത്തുന്നു. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായിട്ട് തന്നിരിക്കുന്നു. കണികകളുടെ ഊർജ്ജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. കണികകളുടെ ഊർജ്ജം കൂടുന്നു ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു ശരിയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? JT60SA പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജെയിംസ് വെബുമായിട്ട് ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകളിൽ വരാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. തന്നിരിക്കുന്നു. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചിക്കൻ ബോക്സ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി വവ്വാലാണ്. വവ്വാൽ.
ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡയബറ്റീസ് മെലിറ്റസ്. രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. രക്തസമ്മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ. കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ പ്രമേഹമാണ്. പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. ലിംഫോസൈറ്റിനെയാണ് HIV ബാധിക്കുന്നത്. ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS. WIFS. അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്രയാണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നുണ്ട്? തന്നിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയത് 28%. 28% നികുതി. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞതുകൊണ്ട് 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 217. 82 ഓപ്ഷൻ ബി 36. 83 ഉത്തരം ഓപ്ഷൻ ബി ആണ് 8/13. 84 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 85 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ എ ആണ് ഉത്തരം. 80. 87 ഓപ്ഷൻ എ 500. 88 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ്. 89 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 90 ഉത്തരം ഓപ്ഷൻ സി 25. 91 ഓപ്ഷൻ സി ആണ് ഉത്തരം 7. 92 ഓപ്ഷൻ ബി 28. 93 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 27. 94 ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. 95 ഉത്തരം ഓപ്ഷൻ ബി ആണ്.
96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ സി. 25 98 ഓപ്ഷൻ എ ആണ് ഉത്തരം 130 മീറ്റർ. 99 ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 366. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.